ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു വെജിറ്റബിൾ റൗത്തർ ബിരിയാണി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് നെയ്യ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഏലയ്ക്കും ഗ്രാമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ പട്ടയില്ലാത്തതിനെ കൊണ്ട് ഇട്ടില്ല കേട്ടോ, നിങ്ങൾ ഇട്ടുകൊണ്ടി. പിന്നെ ഇതൊരു 2 നേരത്തേക്കുള്ള ബിരിയാണിയാണ്. അതിനെക്കൊണ്ട് തന്നെ ഞാനൊരു 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 2 ചെറിയ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വഴണ്ട് വരുന്ന സമയത്തേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 4 ചെറുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കാവുന്നതാണ്. അത് വഴണ്ട നല്ല പരിവായി വന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ 1.5 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പുളിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് കുറച്ച് പുളി ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പും പുതിനയാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കാം. അതൊരു പാകമായി വരുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് ഇട്ട് പോയതുകൊണ്ട് തന്നെ ബിരിയാണി ഒരു ബ്രൗൺ കളറിന് പകരമായിട്ടൊരു ചുവപ്പ് കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാശ്മീരി മുളകല്ലാതെ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അതിൻ്റെ പാകം കുറയ്ക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഞാനൊരു വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കാണിച്ച ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ ഒരു 3.5 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത്. അരി കഴുകി ഊറ്റി വെച്ചതാണ്. അത് ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലൊരു 5 മിനിറ്റ്സ് അത്യാവശ്യം റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നേരത്തെ കളിച്ച ഗ്ലാസ്സിലൊരു 7 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇത് ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ അരിൻ്റെ വേവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം അടച്ചു വെച്ചൊരു 15 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ കുക്കായി വന്നോളും. അപ്പോൾ ഇവിടെ റാവുത്തർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അരി വെന്തോന്ന് പാകമെല്ലാം നോക്കുകയാണ്. ഞാനിവിടെ ഈ സമയത്തിന് തൊട്ടടുത്ത് സോയാബീൻ ചങ്ക്സ് വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മഷ്റൂമോ കോളിഫ്ലവറോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂമൊക്കെ ആഡ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അതൊരു 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സെർവ് ചെയ്യാം. ഇതിന് ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാവുത്തർ ബിരിയാണി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്കൊണ്ട് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തിൻ്റെ ആയിരുന്നാലും ഈ ബിരിയാണിയുടെ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.